തിരുവനന്തപുരത്ത് പോക്സോ കേസ് പ്രതി പ്രവേശനോത്സവ ചടങ്ങിലെ മുഖ്യാതിഥിയായ സംഭവത്തിൽ ഹെഡ്മാസ്റ്ററുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായെന്ന റിപ്പോർട്ട്. വിദ്യാഭ്യാസ വകുപ്പ് ജില്ലാ ഉപഡയറക്ടറുടെ റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത്. സ്പോൺസറാകാൻ മുകേഷ് നായരെ ക്ഷണിച്ചതെങ്കിലും ഹെഡ്മാസ്റ്റർക്ക് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാവില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സ്കൂൾ മാനേജറോട് നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെടുമെന്നും നടപടിയെടുക്കുന്നില്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനമെടുക്കുമെന്നും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. തിരുവനന്തപുരം ഫോർട്ട് സ്കൂളിലെ 2025-2026 അധ്യയന വർഷത്തെ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് നടന്ന ചടങ്ങിലാണ് പോക്സോ കേസ് പ്രതിയെ പങ്കെടുപ്പിച്ചുവെന്ന വിഷയവുമായി ബന്ധപ്പെട്ട് പരാതികൾ പൊതുവിൽ മാധ്യമങ്ങളിലും നാട്ടുകാരുടെ വന്നത്. വിദ്യാഭ്യാസ ഉപഡയറക്ടർ അന്വേഷണത്തിന് വേണ്ടി അപ്പോൾ തന്നെ ഞാൻ ചുമതലപ്പെടുത്തി. അന്വേഷണം ഇന്നലെയും ഒക്കെ അന്വേഷണം ഗൗരവമായി തന്നെ നടന്നിട്ടുണ്ട്. റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. സ്കൂളിലെ എച്ച്എം വന്ന് ഇന്ന് രാവിലെ വന്ന് എന്നെ കണ്ട് അവരുടെ നിലപാട് പറഞ്ഞിരുന്നു. വിജിൻ വായാന്നൂർ വിശദാംശം നൽകും. വിജിൻ, ചടങ്ങിൽ പങ്കെടുക്കുന്ന മുഖ്യാതിഥിയുടെ ക്രിമിനൽ പശ്ചാത്തലത്തെക്കുറിച്ച് നേരത്തെ അറിഞ്ഞില്ല എന്നത് ഹെഡ്മാസ്റ്ററുടെ ഭാഗത്തുണ്ടായ വീഴ്ചയാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്ത് നടപടിക്കാര്യത്തിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്? ഇക്കാര്യത്തിൽ എന്തായാലും തിരുവനന്തപുരം വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ റിപ്പോർട്ട് മന്ത്രി വി ശിവൻകുട്ടിക്ക് ലഭിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കാൻ മാനേജ്മെന്റിനോട് ആവശ്യപ്പെടാം എന്നാണ് മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇനി മാനേജ്മെന്റ് നടപടി സ്വീകരിക്കുന്നില്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് ആ നിലയ്ക്ക് തന്നെ നടപടിയിലേക്ക് കടക്കും എന്നുള്ള കാര്യവും മന്ത്രി വ്യക്തമാക്കുകയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് പോക്സോ കേസ് പ്രതിയായ മുകേഷൻ നായർ ഈ പ്രവേശനോത്സവ പരിപാടിയിൽ പങ്കെടുത്തത്. ഈ സ്കൂൾ അധികൃതരുടെ വിശദീകരണം നേരത്തെ സേഫ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. ഇക്കാര്യത്തിൽ തങ്ങൾക്ക് ഇയാൾ പോക്സോ കേസ് പ്രതിയാണ് എന്നറിയില്ലായിരുന്നു. ഒരു സന്നദ്ധ സംഘടനയാണ് ഇയാളെ ക്ഷണിച്ചത്. പുസ്തക വിതരണവുമായി ബന്ധപ്പെട്ട അത്തരം പരിപാടികൾക്കാണ് ഇയാളെ ക്ഷണിച്ചത്. അതുമായി ബന്ധപ്പെട്ട് അവസാന സമയത്താണ് ഇയാൾ പരിപാടിയിലേക്ക് എത്തിയത്. ആ സമയത്ത് ഇയാൾ പോക്സോ കേസ് പ്രതിയാണെന്ന് അറിയില്ല എന്നാണ് വ്യക്തമാക്കിയിരുന്നത്. എന്തായാലും ഉപ ഡയറക്ടറുടെ റിപ്പോർട്ട് പ്രകാരം സ്കൂൾ അധികൃതർക്ക് ഇതിൽ ഗുരുതരമായ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നാണ് കണ്ടെത്തൽ. കാരണം ഇത്തരത്തിൽ സംഘാടകർ ക്ഷണിച്ചതാണെങ്കിലും ഈ സന്നദ്ധ സംഘടനയുടെ ആളുകൾ ക്ഷണിച്ചതാണെങ്കിലും പക്ഷേ ഹെഡ്മാസ്റ്റർക്ക് ഇക്കാര്യത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ട്, ശ്രദ്ധക്കുറവുണ്ടായിട്ടുണ്ട് എന്ന റിപ്പോർട്ടാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. റിപ്പോർട്ടിൽ ഈ പ്രധാനാധ്യാപകനെതിരെ നടപടി എടുക്കണം എന്ന നിർദ്ദേശം ഒന്നും വെച്ചിട്ടില്ലെങ്കിലും പക്ഷേ സംസ്ഥാന സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും ഇക്കാര്യത്തിൽ പോക്സോ കേസുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ കർശനമായ നടപടിയാണ് സ്വീകരിക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പ് പ്രത്യേകിച്ച് പോക്സോ കേസിൽ പെട്ട വിദ്യാഭ്യാസ വകുപ്പിലെയും അധ്യാപകരുടെ ലിസ്റ്റിൽപ്പെട്ടവരുടെ 12 പേരെയാണ് ഇതുവരെ പുറത്താക്കിയിട്ടുള്ളത് എന്ന കാര്യവും വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി. എന്തായാലും ഇക്കാര്യത്തിലും അതേ കർശനമായ നടപടി തന്നെയാണ് സ്വീകരിക്കാൻ പോകുന്നതെന്ന കാര്യമാണ് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കുന്നത്. എന്തായാലും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് കടക്കുകയാണ്. ശരി, വിജിൻ വായാന്തോടാണ് വിശദാംശം നൽകിയത്.